ഞാൻ വിളിച്ചു നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ പടം കണ്ടിട്ട് പ്രേതം വരുന്നുണ്ടടാ, നീ റെഡിയല്ലേ? പിന്നെ ഇപ്പൊ വന്നിരിക്കാണ് അമേസിംഗ് അണ്ണൻ. ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അതൊന്നും പറ. ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയില്ല. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. എന്തോ എങ്ങനെ നിന്റെ മാത്രമല്ല എല്ലാത്തിലും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലടാ. ഇന്ത്യൻ സിനിമ അല്ല, ഒരു വേൾഡ് സിനിമയിൽ എടുത്തു പറയത്തക്ക 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അതിലൊന്ന് പ്രമേയമായിരിക്കും. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാന്ന് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഈശ്വര ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നതുകൊണ്ടാണ് എത്ര മേടിച്ചിരിക്കുന്നത്. ഞെട്ടിച്ച് തകർത്തിട്ടുണ്ട്. തകർത്ത് ഇപ്പൊ ഇവിടെ കൊടുത്ത 155 രൂപ എനിക്ക് മുതലായി. അത് 100% ഗ്യാരണ്ടി. ഇതേലൊക്കെ കണ്ട മമ്മൂട്ടിയൊക്കെ മാറിയിരിക്കും. അടിപൊളി കിട്ടില്ല പെർഫോമൻസ്. ഉഗ്രം പരിപാടി, ഇലക്ട്രിഫൈങ് പെർഫോമൻസ്. സാറ് ചുമ്മാ നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് പടം. കുറെ നേരമല്ലേ ഇയാൾ ഇന്ന് കഥകളി കളിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. അഗ്രപാളിയിലെ വിസ്മയം എന്നവന് പറയാം മെഗാസ്റ്റാർ മമ്മൂക്ക. വരട്ടെ വരട്ടെ വരട്ടെ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് അമേസിംഗ്. ഒരു മിനിറ്റ് മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. മമ്മൂട്ടി ഒരു കഥാപാത്രത്തിൽ നിന്ന് വേറൊരു കഥാപാത്രത്തിൽ പോകുമ്പോൾ ആ കഥാപാത്രത്തെ ആവാഹിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. റിയലി അമേസിംഗ് അമേസിംഗ്. മേലാതിനെ പരിസരത്ത് കണ്ടുപോരുത്. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നു. ഞാനൊന്ന് പറയട്ടെ ബായ്. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. സത്യം പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. എത്ര അണ്ണന്മാരാണ്. ആറാട്ട് അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്. പല ആൾക്കാരെ ആഘോഷിക്കുന്നുണ്ട്. ഈ മലയാളികൾക്ക് അസൂയ കുറച്ച് കൂടുതലാണ്. നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഞാൻ പൊങ്ങി എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.